നമ്മൾ ലളിതമായി ജീവിക്കുകയാണെങ്കിൽ നമുക്ക് അത് കൂടുതൽ സന്തോഷവും സമാധാനവും നൽകും. ലളിതമായി ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധമാവുകയാണ് ചെയ്യുന്നത്. ശുദ്ധമായ മനസ്സ് നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം ശുദ്ധമാവുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ മുറി ലളിതമായി ക്രമീകരിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ശാന്തത അനുഭവിക്കാൻ സാധിക്കും. ജീവിതത്തിൻ്റെ ശുദ്ധി എന്ന് പറയുന്നത്, സമാധാനമെന്ന് പറയുന്നത് ലാളിത്യമാണ്. ലാളിത്യമുണ്ടാകുമ്പോൾ ആവശ്യങ്ങൾ കുറയും. എത്ര കണ്ട് നമുക്ക് ആവശ്യങ്ങൾ കുറയുന്നുവോ അത്ര കണ്ട് നമുക്ക് സമാധാനം അനുഭവിക്കാൻ സാധിക്കും. നമുക്ക് ഒരാവശ്യമുണ്ട്, അതുമായിട്ട് നമ്മൾ കടയിലേക്ക് ചെന്നു. ആവശ്യമുള്ളത് മാത്രമല്ല നമ്മൾ ആ കടയിൽ നിന്ന് എടുക്കുന്നത്, നമുക്ക് അത്ര കണ്ട് ആവശ്യമില്ലാത്തതും എടുക്കും. അങ്ങനെയുള്ള ഒരാളാണ് നമ്മളെങ്കിൽ അവിടെ ലാളിത്യം ഉണ്ടാവില്ല. സമാധാനക്കേട് നമുക്കൊപ്പം ചേർന്ന് നടക്കും. അതേപോലെ നമ്മൾ ഒരു സമയത്ത് ഒരു കാര്യം മാത്രം ചെയ്യുക. നമ്മൾ നടക്കുകയാണെങ്കിൽ അത് മാത്രം ചെയ്യുക. ഓരോ ചുവടിലും, ഓരോ ശ്വാസത്തിലും, ഓരോ നിമിഷവും ആ നടത്തം ആസ്വദിക്കുക. ആ നടത്തത്തിൽ പൂർണ്ണമായിട്ടും അലിയുക. മനസ്സിനെ കഴിഞ്ഞ കാലത്തേക്കും ഭാവി കാലത്തേക്കും വിടാതെ ഇരിക്കുക. അങ്ങനെയുള്ള ഒരു നടത്തം നമുക്ക് സമാധാനം നൽകും. ആ ഒരു നടത്തം എന്ന് പറയുന്നത് സമാധാനത്തോടൊപ്പം ചേർന്നുള്ള നടത്തമാണ്. പ്രകൃതിയെ ആസ്വദിച്ച് അലിഞ്ഞിട്ടുള്ള നടത്തമാണ്. ആഹാരം കഴിക്കുമ്പോൾ അതുമാത്രം ചെയ്യുക. ആഹാരത്തിൻ്റെ നിറവും മണവും രുചിയും ആസ്വദിക്കുക, അതിൽ അലിയുക. ആ ഒരു പ്രവൃത്തിയിലും നമുക്ക് സമാധാനം കിട്ടും. നമ്മളൊരു സംഗീതം ആസ്വദിക്കുകയാണെങ്കിൽ ആ സംഗീതത്തിൽ പൂർണ്ണമായിട്ടും അലിയുക. നമ്മൾ സംഗീതമായിട്ട് മാറുക. അവിടെ നമ്മൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ എത്തുക. അവിടെയും നമുക്ക് സമാധാനം അനുഭവിക്കാൻ സാധിക്കും. പ്രകൃതിയുടെ മനോഹാരിത നമ്മൾ ആസ്വദിക്കുമ്പോൾ, അതിലലിയുമ്പോൾ ഒരു ഒഴിഞ്ഞ മനസ്സാണ് നമുക്ക് ഉണ്ടാവുന്നത്. ആ ഒഴിഞ്ഞ മനസ്സിൽ പരമായിട്ടുള്ള ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതേപോലെ ഒരു കുഞ്ഞിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഒഴിഞ്ഞ് സംസാരിക്കുക. ആ സംസാരത്തിൽ പൂർണ്ണമായിട്ടും അലിയുക. ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയും ലാളിത്യവും ഉള്ളിലേക്ക് എടുക്കുക. ആ കുഞ്ഞിൻ്റെ സാന്നിധ്യത്തിൽ ചേർന്ന മനസ്സുകൊണ്ട് ഇരിക്കുക. അവിടെയും നമുക്ക് സമാധാനം അനുഭവിക്കാൻ സാധിക്കും. നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ശ്വാസത്തെ അറിയുക, അതിനെ ശ്രദ്ധിക്കുക, അതിനെ അനുഭവിക്കുക. ആ സമയത്ത് നമ്മുടെ മനസ്സ് ഈ നിമിഷത്തിലാണ്. അവിടെയും നമുക്ക് സമാധാനം അനുഭവിക്കാൻ സാധിക്കും. അതേപോലെ നമ്മൾ സ്വാഭാവികതയോടെ ഇരിക്കുക, ജീവിക്കുക. നമ്മൾ നമ്മളായിട്ട് ഇരിക്കുക. നമ്മൾ വേറൊരാളായിട്ട് മാറാതെ ഇരിക്കുക. അയാളെപ്പോലെ ആകണമെന്ന് ചിന്തിക്കാതിരിക്കുക.
അയാളുടെ നേട്ടങ്ങൾ എനിക്കുണ്ടാകണമെന്ന് ചിന്തിക്കാതിരിക്കുക. ഈ ചിന്തകളൊക്കെ നമ്മളെ വേദനയിലേക്കാണ് കൊണ്ടുപോവുക. നമ്മൾ നമ്മളോടൊപ്പം ഇരിക്കുക, നമ്മളായിട്ടിരിക്കുക. ഒരു ആമ്പൽപ്പൂവിന് റോസാപ്പൂവാകാൻ കഴിയില്ല, റോസാപ്പൂവിന് ആമ്പൽപ്പൂവ് ആകാനും കഴിയില്ല. അതേപോലെ നമുക്ക് വേറൊരാളായിട്ട് മാറാൻ കഴിയില്ല. ആ ഒരു തിരിച്ചറിവിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ഓരോ ശ്വാസത്തിലും സമാധാനപ്പെടാൻ നമുക്ക് കഴിയും. ജീവിതം ലാളിത്യം നിറഞ്ഞതാണ്. അതിൽ കൂടുതൽ സങ്കീർണതകൾ സൃഷ്ടിക്കാതെ ഇരിക്കുക. ലളിത മനസ്സോടെ ലളിതമായി ജീവിക്കുമ്പോഴാണ് ഈ സങ്കീർണത ഇല്ലാതെ ആവുന്നത്. ജീവിതത്തിൽ വരുന്നത് എന്താണോ അതിനെ എല്ലാത്തിനെയും അതേപോലെ സ്വീകരിക്കുക. ഈ നിമിഷം ഒരാൾ നമ്മളെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ ആ കുറ്റപ്പെടുത്തലുകളെ സ്വീകരിക്കുക, എതിർക്കാതെ അതിനോടൊപ്പം നിശബ്ദമായിട്ട് ഒഴുകുക. ആ ഒഴുകലിൽ സമാധാനമുണ്ടോ? അതേപോലെ നമ്മുടെ ഉള്ളിൽ ആവശ്യങ്ങൾ കൂടുതൽ നിറയ്ക്കരുത്. നമ്മൾ കാണുന്ന കാഴ്ചകൾ, കേൾക്കുന്ന ശബ്ദങ്ങൾ, വേണ്ടാത്ത കാഴ്ചകൾ, വേണ്ടാത്ത ശബ്ദങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നിറച്ചു കഴിഞ്ഞാൽ ജീവിതം നൽകുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല, അനുഭവിക്കാൻ കഴിയില്ല. അനുഗ്രഹങ്ങൾക്ക് ഉള്ളിൽ കയറിയിരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, ചെയ്താൽ ആ ചിന്തയാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളതെങ്കിൽ നിഷേധാത്മകമായ ചിന്തകളും വികാരങ്ങളുമാണ് അവിടെ ഉണ്ടാകുന്നത്. അത് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ, നമ്മുടെ ഉള്ളിൽ വേദനകൾ നിറഞ്ഞിരിക്കുകയാണ്, നമ്മൾ വേദനയോടൊപ്പമാണ്, അവിടെ നമുക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയില്ല. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ വിടണം. എന്നിട്ട് ഒഴിഞ്ഞ മനസ്സോടെ നമ്മൾ ജീവിക്കണം. ആ ഒഴിഞ്ഞ മനസ്സ് നമുക്കുണ്ടാവുമ്പോഴാണ് നമ്മുടെ ജീവിതം ശാന്തമാകുന്നത്. ലാളിത്യമെന്ന് പറഞ്ഞാൽ അത് ചെറുതല്ല, അത് വലിയൊരു ശക്തിയാണ്. ഏത് സാഹചര്യത്തിലൂടെയും കടന്നു പോകാനുള്ള ഒരു ശക്തി. ലാളിത്യം നിറഞ്ഞ ജീവിതമെന്ന് പറയുന്നത് ഒരു പൂവിൻ്റെ ജീവിതമാണ്, ഒരു പുഴയുടെ ഒഴുക്കാണ്, ഒരാകാശത്തിൻ്റെ സാന്നിധ്യമാണ് അനുഭവിക്കുന്നത്. ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ വന്ന് ചോദിച്ചു, ജീവിതം ലളിതമാക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഗുരു? ഗുരു ആ സമയത്ത് ഒരു കല്ലും കാർമേഘവും കാണിച്ചിട്ട് പറഞ്ഞു, ഈ കല്ല് ഭാരമുള്ളതാണ്, ഇതൊരു സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് മേഘങ്ങൾ ആകാശത്ത് കൂടെ ഒഴുകുകയാണ് ചെയ്യുന്നത്, ഒന്നിനോടും ഒട്ടലില്ലാതെയാണ് ഒഴുകുന്നത്. നിനക്ക് കല്ലാകണോ അതോ ഒരു മേഘമാകണോ? തിരഞ്ഞെടുപ്പ് നിൻ്റെതാണ്. ഒരു കല്ലാകുമ്പോൾ അതിന് ഭാരമുണ്ട്, ഒരു പിടിച്ചുവെക്കലുണ്ട്. അതേ സമയത്ത് ഒരു മേഘമായിട്ട് മാറിക്കഴിഞ്ഞാൽ ഒഴുകലുണ്ട്. ആ ഒഴുകലിൽ സ്വാതന്ത്ര്യമുണ്ട്, പരമമായിട്ടുള്ള ആനന്ദമുണ്ട്. അപ്പം നമ്മുടെ ജീവിതം ലളിതമാക്കണം. ജീവിതത്തെ ഭാരപ്പെടുത്തുന്നത്
നിഷേധാത്മകമായിട്ടുള്ള ചിന്തകളും വികാരങ്ങളുമാണ്. അത് മനസ്സിലാക്കിയിട്ട് എത്ര കണ്ട് ലളിതമായി ജീവിക്കാൻ സാധിക്കുമോ അത്ര കണ്ട് ലളിതമായി ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ശരിക്കും നമ്മൾ ജീവിക്കുന്നത്. ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ജീവിതമെന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞതും ഒന്നുമില്ലാത്തതുമാണ്. അത് ഒരോടക്കുഴൽ പോലെയാണ്, പൊള്ളയും ശൂന്യവുമാണ്. അങ്ങനെ നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധമാവണം, ലളിതമാവണം. അപ്പോഴാണ് അങ്ങനെയുള്ളൊരു ജീവിതത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. മനസ്സിൻ്റെ ആ ശുദ്ധിയിൽ, ശാന്തിയിൽ, അതിൻ്റെ ശക്തിയിൽ അപ്പോഴാണ് ജീവിതം ലളിതമാകുന്നത്. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം. അങ്ങനെ ഒരുക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ